ഹലോ കൂട്ടുകാരെ, ആദാബ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാനുള്ള 2 പ്രവർത്തനങ്ങളാണ് ഞാനിപ്പോൾ വിവരിക്കുന്നത്. ക്ലാസ് കണ്ടാൽ ഏകദേശം നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഇതിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനത്തെ ഒരു ചിത്രമുള്ളൊരു പേജിലാണ് നമ്മൾ ചെയ്യുന്നത്. 17ാമത്തെ പേജാണ് എൻ്റെ സോഫ്റ്റ് കോപ്പിയിൽ കാണിക്കുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഏതാണ് നിങ്ങൾ നോക്കുക, ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. 1ാമത്തെ പ്രവർത്തനം ഈ തന്ന ചിത്രത്തെ ആസ്പദമാക്കിയാണ് ഈ അലമാരിയിൽ ഉള്ള സാധനങ്ങൾ എന്തെല്ലാം ആണെന്നുള്ളത് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഈ ഡോട്ട് ഇട്ടില്ല ഇവിടെയൊക്കെ, ഇവിടെ നിങ്ങൾ എഴുതുക. ഫോർ എക്സാമ്പിൾ, ഏറ്റവും മുകളിലത്തെ അറയിലുള്ളത് തൊപ്പിയാണ്. അതിന് നമ്മൾ ഉറുദുവിൽ എന്താ പറയുക നിങ്ങൾക്ക് അറിയാലോ അല്ലേ, ടോപ്പി. അതിവിടെ എഴുതുക. പിന്നെ അടുത്തത് എന്താണ്, അതിവിടെ എഴുതുന്നു. പിന്നെ എന്താണ്, അതിങ്ങനെ ഫില്ല് ചെയ്യുക. എന്താണോ സാധനം മാത്രം, സാധനത്തിൻ്റെ പേര് മാത്രം എഴുതുക കേട്ടോ, വേർഡ്സ് മാത്രം എഴുതുക. അതാണ് 1ാമത്തെ പ്രവർത്തനം. 2ാമത്തെ പ്രവർത്തനം ആ എഴുതിയ ആ എഴുതിയ വാക്കുകൾ അല്ലെങ്കിൽ ആ വേർഡ്സ് വെച്ചിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കുക. സെൻറ്റൻസ് ഉണ്ടാക്കുന്നതിന് ഉറുദുവിൽ ജുംല തയ്യാറാക്കുക എന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട്, ഇൻ അൽഫാസ് കി മദദ് സെ, ഈ പദങ്ങൾ കൊണ്ട്, ഈ വേർഡ്സ് കൊണ്ട് ജുംലെ ബത്തായിയെ, നമ്മോട് സെൻറ്റൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അൽമാരി മേ ഗേന്ദ് ഹേ, അൽമാരിയിൽ പന്ത് ഉണ്ട്, ബോൾ ഉണ്ട്. അത് ഒരു ഉദാഹരണമാണ്. ഇവിടെ ബോൾ ഉണ്ടല്ലോ അല്ലേ, അപ്പോൾ ഇവിടെ നിങ്ങൾ ഗേന്ദ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ജുംലാക്കിയിട്ട് എഴുതിയിട്ട് എനിക്ക് അയച്ചു തരാം കേട്ടോ. അപ്പോൾ അൽമാരി മേ ഗേന്ദ് ഹേ, പിന്നെ അൽമാരി മേ ഡാഷ് ഹേ, അൽമാരി മേ ഡാഷ് ഹേ, അൽമാരി മേ ഡാഷ് ഹേ. അത് നിങ്ങൾ ഫില്ല് ചെയ്യുക. ഈ പ്രവർത്തനമാണ് ചെയ്യാനുള്ളത് കേട്ടോ. അതിലൊന്നും ഒരു സംശയം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെടാം. ഓക്കെ, ഖുദാ ഹാഫിസ്.